ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മൾ രാവിലെ 3 മണിക്ക് വരും. രാവിലെ ഉറങ്ങി എണീറ്റ് ഒരു 6-ൻ്റെ കുർബാനയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് പോയി. അതെവിടെയാ, മോരക്കുളത്ത് വഴി പള്ളിയിൽ പോയി ധന്യമായി. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പം ഓരോരോ വീട്ടിൽ കൂടെ പോകണം. ഇന്ന് നമ്മൾ കള്ളുകുടി ദിവസമാണ്. കുറേ നാൾക്ക് ശേഷം ഒന്ന് മദ്യപിക്കണം. അതാണ്, വലിയ സംഭവമല്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിലേക്ക് പോകുന്നുണ്ട്. ഇതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്കൾപ്ചർ സാധനം ഉണ്ടല്ലോ, ശില്പം, ഒന്ന് നനച്ചിടണം. പിന്നെ വേറൊരു ഈസ്റ്ററിൻ്റെ ഭാഗമായിട്ട് റീല് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതും കഴിഞ്ഞൊന്ന് ഫുഡും കഴിച്ച് ഒന്ന് പതുക്കെ കളത്തിലോട്ട് ഇറങ്ങാമെന്ന് കരുതി. പിന്നത്തെ അജണ്ട അതാണ്, തുടക്കത്തിൽ രാവിലെയുള്ള അജണ്ട. ഓക്കെ, പോവാം. ഞാൻ ഫുഡ് കഴിക്കുമ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം, എൻ്റെ ഇപ്പോൾ കൊച്ചു കണ്ടോ ഇരിപ്പുണ്ടോ, കള്ള ഇരിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഒരെണ്ണം ഇട്ട് കൊടുത്തപ്പോൾ കണ്ടു. കഴിച്ചോ. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടികൾ, ഫുഡ് കഴി പരിപാടി നടന്നു. അപ്പോൾ ഞാൻ രാവിലെ റീലെടുക്കാമെന്ന് വെച്ചായിരുന്നു, പക്ഷെ അത് നടന്നില്ല. കാരണം ഞാൻ വന്നിട്ട് ക്ഷീണമായിരുന്നു, കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ജിവിഞ്ചേട്ടൊക്കെ ഒന്നുണ്ടായിരുന്നു, പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു. ഞാനിപ്പം നാളെ ഇപ്പം കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. ജീന ടീച്ചറിൻ്റെ കല്യാണമാണ്. ജീന ടീച്ചറിൻ്റെ കല്യാണത്തിലേക്ക് കിടക്കുകയാണ് ജീന ടീച്ചർ. അപ്പം ജീന ടീച്ചറിൻ്റെ കല്യാണത്തിനായി നമ്മൾ ഒട്ടിക്കുന്ന മുണ്ടുണ്ട്. അതായത് ഞാൻ മുണ്ടുകൊടുക്കാൻ അറിയത്തില്ലാത്തല്ല, മുണ്ടുകൊടുക്കാൻ വേണ്ടി അറിയാം, അതിൻ്റെ അല്ല. അതാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്. ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വലിച്ച് കുറച്ച് ഉടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഈ മുണ്ടുണ്ടെങ്കിൽ എപ്പോഴും മടക്കി കുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് വലിച്ച് വീണ്ടും മുറുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതൊരെണ്ണം മേടിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. പക്ഷേ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് വേറെ വള്ളിയുണ്ട്, പോയാൽ കിട്ടുമെന്ന് അറിയത്തില്ല, എങ്കിലും പോയി നോക്കുക. പിന്നെ നമുക്ക് കട കയറി പരതി നടക്കാൻ മടിയില്ലാത്തത് കൊണ്ട് നമ്മൾ തപ്പിക്കയറും. നമ്മൾ കൂട്ടുകാരെ ഒന്ന് വിളിച്ചു നോക്കണം, അവൻ ഇതുപോലെ. അതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ അമ്പലത്തിൽ മറ്റേ വീഡിയോ എടുക്കാനായിട്ട് പോയാൽ അപ്പോൾ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മുണ്ട് മാത്രം ഇവൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുക. വിളിക്കാൻ പോണ കൂട്ടുകാരനെ, ഇവൻ്റെ മുണ്ട് മാത്രം പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുക. പക്ഷെ ഞങ്ങളെല്ലാം ഉടുത്തുടുത്ത് പിന്നെ കാരണം ഈ കരയൊക്കെ ചുളുങ്ങി മൊത്തത്തിരിക്കും. ഇവൻ്റെ ചുളുക്കൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഇവനിട്ട് നിളിക്കുക. നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇത് ഒട്ടിക്കുന്ന സാധനമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു ഇതാണെങ്കിൽ സുഖമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവനാ സ്ഥിരം ആ മുണ്ടാണ് എല്ലായിടത്തും പോകുമ്പോൾ ഉടുക്കണേ. അപ്പോൾ അവന് ഫോട്ടോ എടുക്കും, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, അവൻ ഫോട്ടോ എടുക്കുകയും ചെയ്യാം. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല, മനസ്സിലായോ? അപ്പം അങ്ങനെ അത് ഓർത്തിട്ടാണ് ഞാൻ മേടിക്കാൻ കരുതി ഇറങ്ങിയത്. എത്ര രൂപയാവുമെന്ന് അറിയത്തില്ല, സാധാരണക്കാർ കൂടുതൽ പൈസ ആവുമോയെന്നും അറിയത്തില്ല. ഒരെണ്ണം മേടിച്ചൊരു, പക്ഷേ ഇപ്പോഴും നമ്മൾ മുണ്ടിന് ബ്ലാക്ക് കരയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എല്ലാത്തിനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. വേറെ കളറാകുമ്പോഴത്തേനും പ്രശ്നമാണ്. വലിയ കരയല്ല, ചെറിയ കരയാണെങ്കിൽ നമ്മൾ അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ കെട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ട് മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം മുണ്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ഞാനിതെല്ലാം ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ്. നോക്കണം പോയി എങ്ങനെയുണ്ട്, കിട്ടുമോ എന്നുള്ളത്. ഇന്ന് ഈസ്റ്റർ ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മുണ്ട് ഒട്ടിക്കാൻ സേവ് ഇട്ടേക്കുണ്ടോ? ആ, അങ്ങനെ നമ്മൾ ഇറങ്ങി മുണ്ട് മേടിച്ചു. സിൽവർ കരയാണ്, ഞാനത് ബ്ലാക്ക് കര മേടിക്കാമെന്ന് കരുതിയത്. ബ്ലാക്ക് കര ആണെങ്കിൽ പിന്നെ വലിയ വിഷയമില്ലല്ലോ, സിൽവറും കുഴപ്പമില്ല. പിന്നെ ഗോൾഡൻ കരയാണ്, സിൽവർ മേടിച്ചു. പക്ഷേ 1000 രൂപയായി മുണ്ടിന്, ഇത്രയും വിലയോ? ഒന്ന് മേടിക്കണം, നമ്മൾ ജയറാമേട്ടൻ്റെ രാംരാജ് തന്നെ മേടിച്ചു. ഇനി നല്ല നാട്ടിന് നല്ല മുണ്ട്, അങ്ങനെ ഒരു ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മുണ്ടൊക്കെ മേടിച്ചു. എന്ത് ചെയ്യാൻ, ഓരോ പരിപാടിക്ക് പോണതിന് എന്തൊക്കെ ഉണ്ടെങ്കിലാണ്.
നമ്മൾ പിന്നെ മുണ്ടും ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? എന്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പോകാവോ, അണിഞ്ഞൊരു ഇറങ്ങാൻ പാടാ, അമ്മട്ട് കൊള്ളാവോ, അതുമില്ല ഒക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇനി വേറെ കടയിലേക്കൂടെ കയറാണ്ട് പോവാം. അങ്ങനെ നമ്മുടെ ഈസ്റ്ററിൻ്റെ രാവിലത്തെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഈസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകണം. ഇനി മാച്ചാച്ചനടുത്തുനിന്ന് കയറണം. അപ്പോൾ നമ്മൾ ഈസ്റ്ററായിട്ട് രണ്ടെണ്ണം അടിക്കാമെന്ന് കരുതി. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ നേരെ ചെല്ലുമ്പോൾ അയ്യാമ്പള്ളി എത്തണം. അതിന് മുമ്പ് പുള്ളി എവിടെയാണ് താമസിക്കുന്നത്, നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. സാമ്പത്തികമൊക്കെ എന്നാലും നല്ല സംഗതി ഭംഗിയാണോ? ആ ഒരു റൂട്ടാട്ടോ. ഹെന്ന ബോയ്സ് ആ വന്നറി വന്നറി അടി. ആ എൻ്റെ പൊന്നെ എല്ലായിടത്തും കപ്പയാണ്. ഇതെന്നത് ചിക്കൻ വരട്ടോ? ചിക്കൻ മട്ടല്ല, ചാറാക്കണം. ചാറാക്കണം എന്തിനാ? നിങ്ങൾക്ക് അങ്ങളെന്ത് പറ്റി? അങ്ങനെ നടുവേദനയാണ്. നടുവേദനയാണ്. അപ്പോൾ ചീഴ്സ്. അപ്പോൾ നെപ്പോളിയൻ. സിക്സർ. പന്തിൻ്റെ അടിയിലാ കണ്ടില്ലേ? ആ കൊണ്ടു സിക്സർ. എടാ കുട്ട, നമ്മളെ പാർപ്പഴെത്തി. പാർപ്പഴ പൊന്നോമന ബാ കയറുവാ. എനിക്ക് ബാ ബോ ബോ ആയിക്കോളൂ. ബോ എടാ പട്ടിക്കുഞ്ഞ വാടാ. ബോ ബോ മല്ലിയില്ലേ? പോവാ, ഞാൻ പോവാ. ബാ ചൂടാണ്. പാവങ്ങളുടെ പടത്തലവൻ അമ്മു AMMU. കാണട്ടെ നിന്റെ ആരാധകർ, നിന്റെ മുടഞ്ഞ പോലെ. ഇതെന്നടി ഇത്? ഇതെന്നടി ഉണ്ടാക്കുന്നത്? ഫ്രൈഡ് റൈസ് ഇങ്ങനെ പാത്രത്തിൽ വെച്ചാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനോ? അല്ലെങ്കിൽ നീ ഫേസ്ബുക്കിന് യൂട്യൂബിൽ പോകും. അതാ വരുന്നു വീണ്ടും ഡൽഹിയിൽ നിന്നും പട്ടിണി പാവങ്ങളുടെ നേഴ്സ്. വരൂ എന്നെ കുഞ്ഞ് കയറുക. ഇതെന്നെ മേടിച്ചിട്ടുണ്ടെന്ന് ചേട്ടാക്ക്. ഇത് മോഡലേടി. ഇതാരിത്? ഇത് മതി. പേടിയില്ല, അതുകൊണ്ട് പോവാ. എടി എങ്ങനെ ചൂട് എങ്ങനെ ഇടറി?
ഡൽഹി വെച്ച് ഞങ്ങൾക്ക് ഡൽഹിയിൽ ഇത്രയും ചൂടില്ല. ഡൽഹിയിൽ മഴ തണുത്തിട്ട് പോന്ന. മാർച്ച് ഏപ്രിലല്ലേ? മാർച്ച് അല്ല, മഴ പെയ്തായിരുന്നു. 2-3 ദിവസമായിട്ട് മഴയായിരുന്നു. ഇതൊക്കെ നടി പറ്റി യാത്രയായി സൂര്യാങ്കുലം കാര്യങ്ങളൊക്കെ പറഞ്ഞേ ചോദിക്കട്ടെ. ചോദിക്കേ എങ്ങനെ പോണു ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ പോണു പറ. വിളിച്ചു കാണിക്കുന്നു. ഇത് എങ്ങനെ പോണൂടെ കള്ളക്കുറുക്ക ചൂടാണോ? മതി ആരോഗ്യത്തിന് ഉള്ള രീതിയിൽ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിൽ കരയുക. പാവത്തങ്ങളുടെ പടത്തല ഏക്കപ്പെട്ട മാത്രം ഇതിന് മുമ്പ് വരുള്ളൂ. നീ നാളെ സാരി കണ്ടുവിടുന്നേ? ചുരിദാറാണോ? മുല്ലപ്പൂ ഇടുന്നില്ലേ? ചുരിദാറിനോട് മുല്ലപ്പൂ കോമ്പിനേഷൻ അത് ചേർത്തില്ല. അങ്ങനെയല്ല, നീ നാളെ കണ്ടോ? ജിഷയൊക്കെ കണ്ടോ മുല്ലപ്പൂ കൂടി? ബിരിയാണി ഉണ്ടാക്കാൻ ഒരാളില്ലാതിരിക്കുകയാണ് ഞങ്ങൾ കണ്ടെത്തി. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചിരിക്കുന്ന ശ്രീ ചിരിക്കാത്ത ഞങ്ങളുടെ ആന്റി ചിരിച്ച്. അയ്യോ എടി തന്നെടാ മുട്ട പൊരിച്ചത്. ഇതെന്നാ സാധനത്? എടാ ഇതെന്നാടത്? വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് പോവാണ്. നമുക്കായി ബിരിയാണി റെഡിയാക്കുന്ന ശ്രീ അമ്മു സ്ക്വയർ. ഇതെന്നടി ഉണ്ടാക്കണേ? ഇത് അമ്മു ചേച്ചി, ഇത് അമ്മു ജൂനിയർ, അത് അമ്മു സീനിയർ. അതിനടി കൈ പിടിച്ച പൈൻറ്റോ നിന്റെ അപ്പനോട് പടി. ചേച്ചി ചേട്ടത്തെ തമ്മിലുള്ള വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. രാവിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രൈഡ് റൈസിലൊക്കെ ഉണ്ട്. യൂട്യൂബ് അല്ലടാ. സുലിക്കാസിനെ വിളിച്ച് ഞാൻ 2 പ്രാവശ്യം വിളിച്ചു. അത് വേറെ ഇളക്കാൻ കൂടെ ഇളക്കാലോ. പാവങ്ങളുടെ ഫ്രൈഡ് റൈസ്, പട്ടണി പാവങ്ങളുടെ ഇന്ത്യ. ഒരെണ്ണോടെ ഇന്നത് പോളൂ. കൊണ്ടാ കൊണ്ടാ വിട. എല്ലാരും ഉണ്ട്. എനിക്ക് തന്നെയാണല്ലോ ഈശ്വര ചീത്തപ്പേര്. ഇത്രയും മോശമായ സാധനം ഇത്രയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യം. ചേട്ടാ ഇത് തൂവി കൊടുക്കാൻ നാളെ ഒരുങ്ങി നിൽക്കാനുള്ള ഐറ്റമാടാ പോട്. അമ്മച്ചേ അതെ
ഒന്നുമില്ല ചെട്ടിനാട് ചിക്കൻ കറി. അതാ വരുന്നു അമ്മു സീനിയർ. പാവക്കട പടത്തറ്. അങ്ങനെയല്ല, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വാദിഷ്ടമായ ചെട്ടിനാട് ചിക്കൻ അമ്മൂസ് ചിക്കൻ, അമ്മൂസ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ചേരാത്ത ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച സാധനം, ചേരാത്ത കണ്ണാടിയും വെച്ച് ദേഷ്യപ്പെടുന്ന ബിരിയാണി ഉണ്ടാക്കാൻ മേടിച്ച സാധനം. എനിക്കറിയാൻ വളരെ നമ്മുടെ നേഴ്സിന്റെ ക്രൂരമായ വിനോദങ്ങൾക്ക് ശേഷം നിഷ്കളങ്കമായ എൻ്റെ കുഞ്ഞ് അടുത്തത് ബ്ലാക്ക് ഗോൾഡ്. ചേച്ചി മാമണ്ണോ എല്ലാ ടെർമിനലും കിട്ടും. ഡ്യൂട്ടി പോയിട്ട് നീ കേട്ടിട്ടുള്ളത്? വണ്ണിലും ടൂയിലും കിട്ടും. ആണോ? ഹിന്ദി പേ ബോൾ തമ്പേ. കുപ്പി കിട്ടുമെന്ന്. അയ്യോ, കുഞ്ഞുപെങ്ങൾ വന്ന് ആങ്ങളെ എടുത്ത് ചോദിച്ചു. കുഞ്ഞുപെങ്ങൾ ആങ്ങളെ എടുത്ത് ചോദിച്ചു. ഇല്ലോ അവിടെ അന്നേരം കഴിച്ചില്ലേ, ഭാഗ്യം. ഇതാണ് ഞങ്ങളുടെ പട്ടിരി പാവമായ ചിന്നു. ഓ ബ്രഞ്ച് അവനെന്തേരി ഷാർജയ്ക്ക് പോണേ 1.5 മണിക്കൂർ വേണ്ടേ? ആഹാ, നിങ്ങൾ അടുത്ത ഏട്ടായി എന്തേടി? ഏട്ടായി എന്ത്? അതെന്ത് സീന ചോദിച്ചപ്പോട്ടെ റൗണ്ട് അടിച്ചതാണ്. പൊളിക്കലും തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ട് ഞങ്ങള് കാൽഭാഗമായിട്ടുള്ളൂ. കാൽഭാഗം ആൾക്കാര് ഹാഫായിട്ടില്ലോ. ഓരോരുത്തരും വന്നേ ഉള്ളൂ. നാളത്തേക്ക് എല്ലാം കൂടെ ഏകദേശം ആവുള്ളൂ. ഞങ്ങളുടെ വീട്ടില് ചിന്നി ചേച്ചിയുടെ കോള് അവസാനിക്കാറായി. അടുത്ത 2 കല്യാണം ലോട്ടറിയാണ്. അമ്മയെ സഹായിക്കുന്ന കൊച്ചുമോൻ. ബാബാ ചോദിക്കട്ടേക്ക് വന്നേ. ബാബാ ബോ പോയേക്കോ. ടാറ്റ. അങ്ങനെ നമ്മുടെ വ്ലോഗ് ഇന്നത്തെ അവസാനിക്കുകയാണ്. ഞാൻ അമ്മ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും എല്ലായിടത്തും പടം അടിച്ച് ചൂടടിച്ചിട്ട് ഭയങ്കര വിഷയമായിരുന്നു. കഴിഞ്ഞാൽ അടിച്ചിട്ടേ ഓഫായിപ്പോയി. ഉണ്ണ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടുത്ത് പോയി. ചൂടിൻ്റെ ആയിരുന്നു. അപ്പം നാളെ കാണാം. അപ്പോൾ നാളെ നമ്മൾ കല്യാണമുണ്ട്, അങ്ങോട്ട് പോകണം.